താരകങ്ങൾ കണ്ണു ചിമ്മുന്ന രാവിൽ താരകങ്ങളാകാൻ വിളിക്കപ്പെട്ട ഒരു ക്രിസ്മസ് കാലഘട്ടം നമ്മളിൽ ഉണ്ടാകട്ടെ. പാവപ്പെട്ട മനുഷ്യൻ ഒരു കയ്യിൽ കുറച്ച് മുന്തിരിയുമായിട്ട് പ്രവാചകനെ കാണാനായിട്ട് വരികയാണ്. തനിക്ക് എന്ത് കിട്ടിയാലും പ്രവാചകൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പതിവുണ്ട്. പക്ഷേ അന്ന് ഈ മുന്തിരി മുഴുവനുമായിട്ട് പ്രവാചകൻ തിന്നു തീർക്കുകയാണ്. പ്രവാചകനോട് ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്തേ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പങ്കുവെച്ച് തരുന്ന അങ്ങ് ഇന്നു മാത്രം തന്നില്ല? പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ തന്ന മുന്തിരിയെല്ലാം നല്ല പുളിയാണ്. നിങ്ങളത് കഴിക്കുമ്പോൾ ഇത് പുളിയാണല്ലോ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അത് വിഷമമാവില്ലേ? അവൻ്റെ ജീവിതത്തിലെ ഒരു തിരിവെട്ടുമാകാൻ നമുക്ക് കഴിയുന്നതല്ലേ നല്ലത്? മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ഒരു തിരിവെട്ടമാകാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുന്ന താരകങ്ങളായി മാറാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതല്ലേ ഈ ക്രിസ്മസിന് നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ ഉറ്റവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം. റൊണാൾഡോ ഒരു ദിവസം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മകൾ ബെല്ല ചോദിക്കുകയാണ്, അച്ഛാ അങ്ങേക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? 10,000 എന്ന് പറയുകയാണ്. മകളോട് ചോദിക്കുകയാണ് റൊണാൾഡോ, എന്താ ചോദിച്ചത്? എനിക്കതിൽ നിന്ന് ഒരു 5,000 തരുമോ? ഇല്ല, അത്രയൊന്നും നിനക്ക് വേണ്ടി ചിലവാക്കാനാകില്ല. റൊണാൾഡോ മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ തെല്ലിയുടെ ഒരു കുടുക്ക പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കാണുക, ബെല്ല തൻ്റെ കയ്യിലിരിക്കുന്ന കുടുക്ക പൊട്ടിച്ച് അതിൽ നിന്ന് 10,000 രൂപയെടുത്ത് ഇതാ റൊണാൾഡോയ്ക്ക് കൈമാറുകയാണ്. പറയുകയാണ്, അച്ഛാ 5,000 രൂപ ഉപയോഗിച്ച് നമുക്കൊന്നിച്ച് ഈ ദിവസങ്ങൾ അടിച്ചു പൊളിച്ചാലോ? മകളുടെ ഭാവവ്യത്യാസവും അതുപോലെ തന്നെ ആ സംസാരവും കേട്ട് റൊണാൾഡോ അടുത്ത 3 ദിവസങ്ങൾ മക്കളുമായിട്ട് സന്തോഷപൂർവ്വം ചിലവഴിച്ചു എന്നാണ് പറയുക. മറ്റുള്ളവരുടെ ജീവിതങ്ങളുടെ താരകങ്ങളാകാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ താരകങ്ങളാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതല്ലേ? ഈ ക്രിസ്മസ് ഏറ്റവും സുന്ദരമായ താരകങ്ങളാകാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ.